ഇനി ഒരു വളരെ എന്താ പറയുക ഇത്രയും വയസ്സായിട്ട് എന്തൊരു ചെറുചെറുക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. പ്രായം തളർത്താത്ത ഒരു ഫോട്ടോഗ്രാഫർ, വിഴിഞ്ഞം ആഴാക്കുളം ഷൈനി സ്റ്റുഡിയോ ഉടമയായ 83-കാരനായ വേണുഗോപാൽ. 83-ാം വയസ്സിലും അദ്ദേഹം ന്യൂ വൈബാണ്. വിവാഹ പന്തലുകളിൽ വെള്ളജുബയും വെള്ളത്താടിയുമായി ക്യാമറ ഫ്ലാഷുകൾ മിന്നിക്കുന്ന ഈ 83-കാരൻ സദസ്സിലുള്ളവർക്ക് എന്നും ഒരു അത്ഭുത കാഴ്ചയാണ്. പഴയകാല കല്യാണ ഫോട്ടോകൾ തുടങ്ങി ന്യൂജൻ സേവ് ദ ഡേറ്റ് വരെ ഇപ്പോഴും പകർത്തും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഡിജിറ്റൽ യുഗമെത്തിയപ്പോഴും 83 എന്ന പ്രായം മറന്ന ക്യാമറയ്ക്ക് പിന്നിൽ ഇദ്ദേഹം ഇപ്പോഴും സജീവമാണ്. സേതു കുമാർ അദ്ദേഹമാണ് എന്റെ ഗുരുനാഥൻ. അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ക്യാമറ എടുത്തത്. ഞാൻ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ കൂടെയും ഇന്നത്തെ പുതിയ കുട്ടികളുടെയും പഴകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. 62-ലാണ് കല്യാണ ഫോട്ടോ ആദ്യമായിട്ട് എടുത്തത്. എന്റെ ഒരു മാമന്റെ കല്യാണം തമിഴ്നാട്ടില്. മകന്റെ കല്യാണം എടുത്തു, അദ്ദേഹത്തിന്റെ മകന്റെ ജാതകം കൂടെ എടുത്തു. അപ്പൊ രണ്ടുപേരാൻ കൂടെ 1961 ആര്യശാലയിലെ ജെമിനി സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കാനെത്തി. പഠനശേഷം നടൻ മുരളിയുടെ പിതാവ് വിഴിഞ്ഞത്ത് ആരംഭിച്ച സ്റ്റുഡിയോയിൽ ജോലിക്ക് ചേർന്നു. സിനിമാ രംഗത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായും ജോലി ചെയ്തിട്ടുണ്ട്. ജീവിതാവസാനം വരെ ഫോട്ടോഗ്രാഫറായിരിക്കണമെന്നാണ് വേണുഗോപാലിന്റെ ആഗ്രഹം. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനെ എന്താ അല്ലേ 83 വയസ്സിൽ ഇത്രയും ഉഷാറോടുകൂടി ജോലി ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആ പഴയ കാലത്തിനനുസരിച്ചും പുതിയ കുട്ടികൾക്കൊപ്പം ഇടപഴകാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് നോക്കിയാൽ ഏകദേശം ഒരു 19-20 വയസ്സിൽ ക്യാമറ എടുത്തിയ ആളാണ്. എത്ര പതിറ്റാണ്ടുകൾ. കാരണം ഈ ഒരു പ്രായത്തിലും തൊഴിൽ ചെയ്യുക, ആ തൊഴിലിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുക എന്ന് പറയുന്നത് സാധാരണ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ജീവിത സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും അങ്ങനെ പലരും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അത് സന്തോഷപൂർവ്വം ഈ ഒരു പ്രായത്തിൽ 83 വയസ്സിൽ ആ ഒരു തൊഴിൽ തുടരണമെന്നുണ്ടെങ്കിൽ അതിനോട് അതിയായ ഒരു ആഗ്രഹം ഉണ്ടാകണം, ഒരു പാഷൻ ഉണ്ടാകണം. എന്തായാലും വിഴിഞ്ഞം ഷൈനി സ്റ്റുഡിയോ ഉടമയായിട്ടുള്ള വേണുഗോപാലിന് ആ ഒരു പാഷൻ ഈ 83-ാം വയസ്സിലും ഉണ്ട്. അത് അദ്ദേഹം ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്, സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും അധികം ടെക്നിക്കലി മാറ്റങ്ങൾ വരുന്ന ഒരു ഫീൽഡാണ് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവർ പഠിച്ച ആ ഒരു ക്യാമറ എക്യുപ്മെന്റ്സും ഒക്കെ ലെൻസും എല്ലാം തന്നെ മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ ന്യൂ ജനറേഷനിലുള്ള ഉപകരണങ്ങളുമായി അദ്ദേഹം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ എടുക്കുന്ന പോലെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നത് പോലെ തന്നെ സേവ് ദ ഡേറ്റ് ഉൾപ്പെടെ അദ്ദേഹം എടുക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ എത്തുന്ന വർക്കുകളെല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്ങും ഒക്കെ അദ്ദേഹം സ്വന്തമായി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ 83-ാമത്തെ വയസ്സിലും തൻ്റെ ജീവിത അവസാനം വരെ മരണം വഴി ഈ ഒരു തൊഴിൽ തുടരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടമാണ് ആ ഒരു ജോലി, ആ ഫീൽഡും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ സിനിമകളിൽ ചെറിയ രീതിയിലുള്ള വേഷങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സിനിമാ സെറ്റുകളിലും അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമാ മേഖലയിലും ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു മേഖലയിലും അദ്ദേഹത്തിന്റെ കഴിവ് ഈ പ്രായത്തിൽ തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയാണ് ഈ 83-ാം വയസ്സിലും വേണുഗോപാൽ ചേട്ടൻ. ശരിയാണ് ജിബിനെ. ഇപ്പോൾ നോക്കിയാൽ 62-ൽ തുടങ്ങിയതാണ് പറയുന്നത്. അതായത് 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. അപ്പോൾ എത്ര മനുഷ്യർ അല്ലേ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്, എത്ര ജീവിതങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നേരുകയാണ്. ശരി ജിബിൻ.